ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. ഞാനൊന്ന് കറന്നു നോക്കട്ടെ, പഠിപ്പിച്ചു തരുമോ? ഫൈസലിനൊരു മോഹം. എന്നെ ഉഷ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. പശുവിനെ ഒന്ന് കറക്കാൻ പഠിപ്പിച്ചു തരുമോന്ന്. അതൊക്കെ എക്സ്ട്രാ ഫീസ് കെട്ടണം. ഉഷ ചുണ്ടുകൂട്ടി. ഫീസൊക്കെ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, തന്നിരിക്കും, അവൻ പറഞ്ഞു. ദോ പാറ്, இந்த മാതിരി മെല്ലമ്മ മസാജ് ചെയ്യണം. പശുവിനെ കറക്കുന്ന വിധം ഉഷ ഫൈസലിനെ കാണിച്ചു കൊടുത്തു. 2 വിരലുകൾ കൊണ്ട് തൂങ്ങി നിൽക്കുന്ന പശുവിൻ്റെ അകിടിൽ വലിച്ച് മെല്ലെ താഴേക്ക്. ചെറിയ ശബ്ദത്തോടെ പാല് ഉഷയുടെ കാലിൻ്റെ ഇടയിലുള്ള ചരുവത്തിലേക്ക്. ഇനി നീങ്ക. ഉഷ കൈമാറ്റി ഫൈസലിനോട് ആജ്ഞാപിച്ചു. ഈ ചരുവം നീങ്ക ഇപ്പടിത്താൻ വെക്കണം. ഉഷ ഫൈസലിന് നേരെ ചരുവം നീട്ടി. ഫൈസൽ പശുവിൻ്റെ മുതുകിലൊന്ന് തൊട്ടു. പരിചയമില്ലാത്ത ഒരുവൻ തൊട്ടത് അവൾക്കങ്ങ് ഇഷ്ടമായില്ല എന്നുള്ള രീതിയിൽ പശു ഒന്ന് ചെറുതായി കുതറി. വേണ്ട, റിസ്ക് എടുക്കേണ്ട. ഇതിൻ്റെ ചവിട്ട് കിട്ടിയാൽ ഒരു സുഖം ഉണ്ടാവില്ല. പയ്യനെ കറക്കണമെന്ന മോഹം ഫൈസു തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. ഫൈസുവിൻ്റെ ധൈര്യം ചോർന്നു പോയത് കണ്ട് ഉഷയൊന്ന് ചിരിച്ചു. തന്നെ കളിയാക്കി ചിരിക്കുന്ന ഉഷയോട് അടുത്ത് വന്ന് ഫൈസു 2 തോളിലും പിടിച്ച് മുഖത്തോട്ട് നോക്കി. ആ ചിന്ന പയ്യനെന്ന് നനച്ചേ മോശമില്ലയേ, കാതലി ഏതാവത് ഇറുക്കാ? നീങ്കേതാ ഇപ്പോൾ എൻ കാതലി. അപ്പടിയാ. ഫൈസു ഒന്ന് ബാക്കിലോട്ട് സ്റ്റെപ്പ് വെച്ചതും കാല് തട്ടി കറന്നു വെച്ച ചരുവത്തിലെ പാല് പോയതും ഒരുമിച്ച്. ആട സോമ്പേരി, എൻ പാല് പോച്ചേ. എന്നടാ മുടിഞ്ഞിരിച്ചാ? ഇനി இந்த പാലിന് എന്ന ചെയ്യുവേ? അതിൻ്റെ പൈസ ഞാൻ തരാൻ ചേച്ചി. അതുക്ക് ഉങ്കിட்ட കാശ് ഇറുക്കാ? ഇരുന്നതെല്ലാം എങ്കിட்ட മൊത്തലേ കൊടുത്തുക്കിട്ടില്ലേ? അട പോങ്ക, അതെല്ലാം ഞാനേ സമ്പാലിക്കറേ. ഉഷ ചരുവത്തിൽ കൈയിട്ട് കറക്കി തൂകിപ്പോയതൊഴിച്ച് കുറച്ച് പാലേ ഉള്ളൂ. താങ്ക്സ് ചേച്ചി. എവിടെ നിന്നോ പഴയ പരവേശവും വെപ്രാളവും തിരിച്ചു വന്നു. നല്ല മഞ്ഞും ഇരുട്ടും. സമയം എത്രയായെന്നൊരു പിടിയുമില്ല. അവൻ പുറത്തേക്ക് വെച്ചടിച്ചു. പോരയാ, ഇതാ ഞാൻ സൊന്നെ. മാറ്റർ മുടിഞ്ഞാ ഉഷ വെറും വേസ്റ്റ്. ആനാ ഉന്നെ എനിക്ക് പിടിച്ചിരിച്ച്. നീ ரொம்ப നല്ല പയ്യൻ. എപ്പോൾ വേണേലും വാങ്ങോ, ഞാൻ ഇങ്ങേ താൻ കാണുവേ. ഉഷ തൊഴുത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. മറുപടിയായി തിരിഞ്ഞു നോക്കാതെ അവൻ കൈവീശി ടാറ്റ കാണിച്ചു. ഉഷ തിരിച്ചു. ഫൈസലിനൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കാമായിരുന്നു. കഷ്ടം. 2 വളവ് തിരിഞ്ഞ് പിന്നെയും ഉഷയുടെ വീട് കണ്ടപ്പോൾ അവന് മനസ്സിലായി, വഴി തെറ്റി. അല്ലെങ്കിലും വന്ന വഴി മറക്കുന്നവനാണ് ഫൈസൽ എന്ന് രാഹുൽ എപ്പോഴും പറയാറുണ്ട്. നേരം വൈകി. ഇരുട്ടും മഞ്ഞും കൂടിക്കൂടി വരുന്നു. ഫോണിന് റേഞ്ചുമില്ല, ചാർജും തീരാറായി. തികഞ്ഞ ഒരു തൻ്റെടിയും ആരെയും കൂസാത്തവനുമായ ഫൈസൽ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പൊതുവെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാറില്ല. പ്രേതഭൂതാദികളുമായി വെറുതെ എന്തിനാ ഒരു സംഘർഷം? പക്ഷേ 5ാമത്തെ വട്ടവും വഴിതെറ്റി ഉഷയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഫൈസലിൻ്റെ കിളി പോയി. ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്നും അപ്പുറത്തെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന് ചെകുത്താൻ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്നും അവന് തോന്നി. ഇരുട്ട് വീഴും തോറും പൊന്തക്കാടുകൾ കൊടും കാറായി രൂപാന്തരം മാറുന്നു. ദൂരെ എങ്ങോ ഇണ ഫ്രൈയായ ദുഃഖത്തിൽ കാലം കോഴി കൂവുന്നു. അതോ കൂമനാണോ? അറിയാൻ പാടില്ല. ഇതിനു മുമ്പ് കാലം കോഴിയുടെ കൂവൽ കേട്ടിട്ടില്ല. വീട്ടിൽ ചെന്നാൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഉഷയുടെ വീടിന് മുന്നിലെ പാലമേൽ കറുത്ത വലിയ മൂങ്ങ ശബ്ദമില്ലാതെ ചേക്കേറിയത് അവൻ ശ്രദ്ധിച്ചു. മൂങ്ങ വന്നിരുന്നത് ഇഷ്ടപ്പെടാതെ പാലമേലിരുന്ന കാക്ക പറന്ന് മണ്ടയില്ലാത്ത തെങ്ങിൽ ചെന്ന് കാറിപ്പിടിച്ചു. കോപ്പ്. കറുത്ത ജന്തുക്കളുടെ ഫാഷൻ പരേഡ് വല്ലതും നടക്കുന്നുണ്ടോ ഇവിടെ? എല്ലാം ദുശകുനങ്ങൾ. ഇതെന്ത്? ഒറ്റയ്ക്ക് നടക്കുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലായ ഫൈസു കോടമഞ്ഞ് വകഞ്ഞു മാറ്റി ഉഷയുടെ പുരയിടത്തിലേക്ക് കയറി. ഇനിയും മുന്നോട്ട് പോയാൽ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ജിന്ന് ചാടി വീണാലോ? വീടിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന പൂച്ച ഇരുട്ടിൻ്റെ നിഗൂഢതയിലേക്ക് കണ്ണും മിഴിച്ചിരിക്കുന്നു. ദേ വീണ്ടും കറുത്ത പൂച്ച. എന്തിനാണെന്നറിയില്ല, കയ്യും കാലും വിറയ്ക്കുന്നു. അവൻ ഉഷയുടെ വീട്ടുവാതിലിൽ മുട്ടി. അനക്കമില്ല. ഉഷാക്ക,
ഒന്നുകൂടി ആഞ്ഞുമുട്ടി. നിശബ്ദത തന്നെ പരിണാമം. ഉഷ്! ഒരു കറുത്ത നരിച്ചീറ് ദിക്ക് തെറ്റി ഫൈസലിൻ്റെ വയറ്റത്ത് വന്നിടിച്ചു. എൻ്റെ ഉമ്മോ! ഫൈസലിൻ്റെ നിലവിളി ഉമ്മറത്തിരുന്ന പൂച്ച മൈൻഡ് പോലും ചെയ്തില്ല. സാത്താൻ്റെ കളി തന്നെ. മിക്കവാറും പൂച്ചയും മൂങ്ങയും എല്ലാം കൂടി ഉഷാക്കയെ ഡീപ് ഫ്രൈ ചെയ്ത് തിന്നിട്ടുണ്ടാകും. നിന്റെ ചട്ടിയിൽ അൽഫാമാകാൻ എനിക്ക് മനസ്സില്ല സാത്താനെ. നോട്ട് ടുഡേ. ഫൈസുവിൻ്റെ സർവൈവൽ ത്വര കത്തിപ്പിടിച്ചു. കരിമ്പൂച്ചയുടെ മണ്ടയ്ക്കൊരു കൊട്ടുകൊട്ടി ഫൈസു ഇറങ്ങി ഓടി. പിടികൊണ്ട പന്നിയെപ്പോലെ പൊന്തക്കാടുകൾ കുത്തിമറിച്ചോടി. വീണ്ടും 3 വട്ടം ഉഷയുടെ വീട് വലം വെച്ച അവൻ അവസാനം ഒരു തോട്ടും കരയിൽ ചെന്ന് ബ്രേക്കിട്ടു. ഇതെന്ത് ലൂപ്പാണാ പണ്ടാരം? അതാ അവിടെ നമ്മുടെ കഥാനായിക ഉഷ നിന്ന് തുണി അലക്കുന്നു. ഫൈസലിൻ്റെ വരവ് കണ്ട് പേടിച്ച ഉഷാക്ക 2 അടി പിറകോട്ട് മാറി തോട്ടിലേക്ക് മറിഞ്ഞു വീണു. അടപ്പാവി, യാരിത്? നീങ്ക ഇതുവരെ പോലെയാ? പേടിയും അത്ഭുതവും ഒന്നിച്ചൊരു ഇണത്തിൽ ഉഷാക്ക ചോദിച്ചു. എന്നാ എങ്ക ഇരുന്ന് വരെ? എന്നാച്ച്? പുലി പൂന ഏതാവത് പിടിക്ക വരായാ? ഉഷ ചുറ്റും നോക്കി. പുലിയോട് ഇളിച്ചു കാണിച്ച് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. എൻ്റെ ചേച്ചി, ഞാൻ 2 മണിക്കൂറായി നിങ്ങളെ പൂച്ച ഇവിടെ ചുറ്റും കിടന്ന് കറങ്ങുക. അത് സാത്താനാ. നിങ്ങളിവിടെ എന്നെ പിടിച്ച് തിന്നില്ലെന്നേ ഉള്ളൂ. വഴി തെറ്റി. പട്ടി തെണ്ടി മൂങ്ങ. എനിക്ക് വീട്ടിൽ പോകണം. ഇരു നീ എന്നെ സൊല്ലേ, എനിക്ക് ഒന്നുമേ പുരിയില്ലേ. ഏറെ നേരത്തിന് ശേഷം ഒരു മനുഷ്യജീവിയെ കണ്ട ആശ്വാസത്തിൽ ഫൈസൽ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വഴി തെറ്റി, എനിക്ക് വീട്ടിൽ പോകണം. കേട്ടത് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്തോ ഉഷയുടെ മറുപടി പതുക്കെയായിരുന്നു. ഇരുട്ടിയത് കൊണ്ട് വഴി തെറ്റുന്നു. ചേച്ചിക്ക് കൂടെ ഒന്ന് വരാവോ? അപ്പപ്പാ, ഒത്ത പുരുഷൻ കേക്കര കേൾവിയായത്. എന്നാ യഥാവത് പാത്ത് ഭയന്താച്ചാ? ഉഷ വെള്ളത്തിലിരുന്ന് മുഖം പൊത്തിച്ചിരിച്ചു. അതായത് മീശ വെച്ച ആണൊരുത്തൻ ചോദിക്കാൻ പാടില്ലാത്ത സഹായം. കിണ്ടി. അതെന്താ? ആണുങ്ങൾക്ക് പേടിക്കാനും സഹായം ചോദിക്കാനും ഒന്നും പാടില്ലേ? എന്തൊരു മൂഞ്ചിയ ലോകമാണിത്. ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഈ കാട്ടുമുക്കിൽ ഒരു വിലയുമില്ലേ? ഫൈസലിൻ്റെ മുഖഭാവം കണ്ടതുകൊണ്ടാവണം ഉഷയുടെ മനസ്സലിഞ്ഞു. കൊണ്ടൊന്നും വിട മുടിയാതെ തോ അന്ത വഴിയിൽ സുമാറ് 2 കിലോമീറ്റർ പോണ മെയിൻ റോഡ്. ആന പാത്തു പോങ്ക. പുലി ആന എല്ലാമേ ഇറങ്ങുന്ന ടൈം. ரொம்ப ഡേഞ്ചർ. ഫൈസൽ തളർന്ന് നിലത്തെ പുല്ലിൽ മലർന്നു കിടന്നു. തർക്കിക്കാനുള്ള ഊർജം ബാക്കിയില്ല. തോ വേണേനാ എൻ കൂടെ നൈറ്റ് തങ്ങിക്കോ. ഫൈസൽ ചിന്തിച്ചു. വേണോ വേണ്ടയോ? ഇവൾ പറഞ്ഞു തന്ന വഴി പോകാനാണെങ്കിൽ ഒറ്റ പീസായി വീട്ടിലെത്തുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഇവളുടെ വീട്ടിൽ പോകാനാണെങ്കിൽ കാട്ടുപൂച്ചയും നരിച്ചീറും മൂങ്ങയും എല്ലാം സാത്താൻ്റെ വിത്തുക്കൾ. നിസാറിക്കയും നാട്ടുകാരും പറഞ്ഞതെല്ലാം ഫൈസലിൻ്റെ മനസ്സിൽ ഓടിയെത്തി. ഏയ്, പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉഷ ചേച്ചി ഇല്ലേ കൂടെ? പക്ഷേ കറവക്കാരി ഉഷയും ഒരു മുഴുവൻ രാത്രിയും. പക്ഷേ കയ്യിൽ 10ൻ്റെ തുട്ടില്ലല്ലോ. രാവിലെ ചെന്ന് കയറുമ്പോൾ ബാപ്പയോട് എന്ത് കള്ളം പറയുമെന്നതാണ് അടുത്ത വിഷയം. എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാം. പുലിയെയും സാത്താനെയും ഒഴിവാക്കി. ഇന്നത്തെ അജണ്ട ഇതാണ്. ഫൈസൽ കരയിലിരുന്ന് രാത്രിയിലെ നക്ഷത്രം എണ്ണി. എത്ര നേരമെന്ന് പറഞ്ഞാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഉഷ നനപ്പ് കഴിഞ്ഞ് ഒരു തോർത്തുമുടുത്ത് തോട്ടിലേക്ക് ചാടി. ഒരു കുടുന്ന വെള്ളം ഫൈസലിൻ്റെ നേർക്ക് തെറിപ്പിച്ചു. ഇതെന്താ മഴയോ എന്ന് വിചാരിച്ചുകൊണ്ട് തോട്ടിലോട്ട് നോക്കിയ ഫൈസൽ വാ പൊളിച്ചു. യോ, അങ്ക എന്നെ യോസിച്ചിട്ടിരിക്കേ. വാ, നല്ല തണ്ണി, നല്ല കുളുകുളൂന്നിരിക്ക്. ഉഷ മുട്ടൊപ്പം വെള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന് പനങ്കുല പോലത്തെ മുടി അഴിച്ചു വിടർത്തിയിട്ടു. കൈകൾ ഉയർത്തി അപ്സരസിനെ പോലെ ഫൈസലിനെ ക്ഷണിച്ചു. ഉമ്മുമ്മ പണ്ട് പറയാറുള്ള യക്ഷിക്കഥയിലെ നായികയെ പോലെയുള്ള പനങ്കുല പോലത്തെ മുടി. എങ്ങു നിന്നോ നിലാവ് ഈ കാഴ്ച കാണാൻ അവിടെ പരന്നു. പാലപൂത്ത ഗന്ധം നാസദ്വാരങ്ങളെ മതിക്കുന്നു. എന്നാൽ ഇന്ന് കാട്ടരുവിയിൽ നിന്നുള്ള വെള്ളം വരുന്ന ഈ തോട്ടിൽ കുളിച്ചു കളയാം. ഫൈസു തോട്ടിലോട്ടെടുത്ത് ചാടി. ഒരു ഗ്ലാസ് മറിഞ്ഞ് വീണ ശബ്ദം കേട്ട് രാഹുൽ ഞെട്ടി. ശ്രീകല, അതാ കറമ്പിപ്പൂച്ചയാ. നീ ബാക്കി കഥ പറ.
ഇപ്പോൾ നിങ്ങൾ ചെറുതായി കൺഫ്യൂഷൻ അടിച്ച് കാണുമല്ലേ, ഏത് രാഹുൽ ഏത് ശ്രീകല എന്നൊക്കെ. ഫൈസൂൻ്റെ ചങ്ക് രാഹുലിൻ്റെ കാര്യമാണ്. നല്ല ചൂടുള്ള പകൽ, സമയം 3 മണിയോടെടുക്കുന്നു. അലസമായൊരു ഞായറാഴ്ച. ആരുമില്ലാത്ത തക്കം നോക്കി അയൽപ്പക്കത്തെ ഒഴിഞ്ഞ വീട്ടിൽ ഒത്തുകൂടിയതാണ് അയൽക്കാരായ രാഹുലും ശ്രീകലയും. ശ്രീകല എഴുന്നേറ്റിരുന്ന് മുടി വാരി കെട്ടിക്കൊണ്ട്. കഥയുടെ ഫ്ലോ പോയി. ശ്രീകല രാഹുലിൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടി. എന്നിട്ട് എഴുന്നേറ്റ് മുറിയുടെ മൂലയിൽ പെറ്റുകിടക്കുന്ന ശിവകാമിക്ക് 2 ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തു. പൂച്ച മൈൻഡ് ചെയ്തില്ല. നന്ദി കെട്ട വർഗം. കഥ എങ്ങനെയുണ്ട്? ഓ പിന്നെ, കേട്ടിട്ട് ഈ പൂച്ച പോലും പേടിച്ചില്ല. ഇതിലെവിടാടാ പ്രേതം? ഫൈസു തോട്ടിലെ കുളിയും കഴിഞ്ഞ് അന്ന് രാത്രി ആ തമിഴത്തിയുടെ കൂടെ ഉണ്ടുറങ്ങി കാലത്തെഴുന്നേറ്റ് വീട്ടിൽ പോയി കാണും. ട്വിസ്റ്റ് വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ ഫൈസലിനെ പിറ്റേ ദിവസം രാവിലെ ഒരു പാലമരത്തിൻ്റെ ചോട്ടിൽ കിട്ടിയത്. 2 ആഴ്ചയാവൻ പനി പിടിച്ച് കിടന്നത്, അറിയാവോ? ചുമ്മാ. ശ്രീകല കണ്ണു തള്ളി. ഓ, ഈ ഉഷയെന്ന ഉരുപ്പടിയെ 35 കൊല്ലം മുമ്പ് നാട്ടുകാർ തീവെച്ച് കൊന്നതാണെന്നാ കേട്ടത്. അവൾ ഉണ്ടാക്കിയ ലൂപ്പിലാണ് ഫൈസൽ അന്ന് പെട്ടുപോയത്. തള്ളു കേട്ടിട്ടാകും പാല് കൊടുത്തുകൊണ്ടിരുന്ന ശിവകാമി തുറന്നു കിടന്ന ജനലിലൂടെ പുറത്തേക്കെടുത്ത് ചാടി.